തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ പാലം പണിക്കായി എടുത്ത കുഴിയിൽ വീണ് ദമ്പതികൾക്ക് ദാരുണാന്ത്യം. ബൈക്കിൽ വരുമ്പോൾ ഇന്ന് പുലർച്ചെയോടെയാണ് അപകടമുണ്ടായത്. മുഹമ്മദ് റഹീസ് സൂര്യങ്ങളുമായി ചേരുന്നുണ്ട്. റഹീസ്, ഏതെങ്കിലും തരത്തിൽ മുന്നറിയിപ്പ് ബോർഡുകളോ ഏതെങ്കിലും തരത്തിൽ കുഴിയാണ് എന്ന് മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ ഒരു മുന്നറിയിപ്പ് ഇല്ലായിരുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ റഹീസ്? അതെ ആഷ്മി, യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പും ഈ റോഡിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മരിച്ചിരിക്കുന്നത് നാഗരാജ്, ഭാര്യ ആനന്ദി എന്നിവരാണ്. ഈ രണ്ടുപേരും തിരുപ്പൂരിൽ ഉള്ളവരാണ്. ഒപ്പം തന്നെ ഇവരുടെ മകൾ ദീക്ഷണയും ഇവർക്കൊപ്പം ഈ ഒരു ബൈക്കിലുണ്ടായിരുന്നു. പുലർച്ചെ ബൈക്കിൽ ഇതുവഴി പോകുമ്പോഴാണ് ഇവർ ഈ ഒരു താഴ്ചയിലേക്ക് വീഴുന്നത്. പാലം പണിക്കായി എടുത്ത കുഴിയാണ്. അവിടെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സൂചനാ ബോർഡുകളോ അപായ ബോർഡുകളോ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവർ ഇതിലെ വരുന്നു, ഈ ഒരു കുഴിയിലേക്ക് വീഴുന്നു. ഏറ്റവും സങ്കടകരമായ കാര്യം, പുലർച്ചയോടുകൂടി കുഴിയിൽ വീണ ഇവരെ പുറത്തെടുത്തത് രാവിലെ മാത്രമാണ്. അതായത് ചില യുവാക്കളൊക്കെ ഇതുവഴി പുലർച്ചെ പോകുമ്പോഴാണ് ഇവർ കുഴിയിൽ വീണതായി മനസ്സിലാക്കുന്നത്. രാത്രി പോയ വാഹനങ്ങളൊന്നും ഇവരെ കണ്ടില്ല. ഒരുപക്ഷെ സമയത്ത് രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ മകൾ ദീക്ഷണയ്ക്ക് മാത്രം പുറത്തെടുക്കുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നു. അങ്ങനെ ദീക്ഷണയെ അടുത്ത ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ കുട്ടിയുടെ നില അതീവ ഗുരുതരമാണ്. 13-കാരിയാണ്. അങ്ങനെ ഇവർ ഒരു ക്ഷേത്ര ദർശനത്തിന് പോയി പുലർച്ചെ മടങ്ങി വരുന്ന വഴിയിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. വലിയ കുഴിയായിരുന്നു. ആ ഒരു ഫോട്ടോയിൽ കാണാൻ കഴിയും നമുക്ക്, അത്ര ആഴം ആ കുഴിക്കുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ജോലി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജോലിക്കാരോ അല്ലെങ്കിൽ മറ്റാരോ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവരെ പുറത്തെടുക്കാൻ വൈകിയതും ഇവർ രണ്ടുപേർ മരിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള ഒന്നായി മാറി. എന്തായാലും കുട്ടി ഇപ്പോൾ ചികിത്സയിലാണ്, പക്ഷേ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ഹാഷ്മി. മുഹമ്മദ് റഹീസാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.